ഞങ്ങൾ മൂവാറ്റുപുഴ താലൂക്കിലെ മുസ്ലിം ജമാഅത്തുകളിലെ ലീഡിംഗ് ആയിട്ടുള്ള നഗരസഭാ അതിർത്തിയിലുള്ള 2 മഹല്ലുകളുടെ ഭാരവാഹികളും ഇമാമുമാരുമാണ് നിർമ്മല കോളേജിലെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള നേതൃത്വവുമായി സംസാരിക്കാനെത്തിയത്. വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് അവരുമായി ചർച്ച നടന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ ഒരു നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിച്ചത്. കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയ്ക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ നിർദ്ദിഷ്ടമായ രീതികൾ ഇസ്ലാം മതം നിഷ്കർഷിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് തെറ്റുപറ്റി എന്ന കാര്യം ഇവിടുത്തെ അധികാരികൾ മുമ്പിൽ അംഗീകരിക്കുന്നതിനും അതിൽ സമുദായത്തിൻ്റെ ഖേദപ്രകടനം നടത്തുന്നതിനും വേണ്ടി ആണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കലാലയത്തിലെ വിദ്യാർത്ഥികളിൽ നിന്നോ അതല്ലെങ്കിൽ സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ ചെറിയ ഒരു ലാഞ്ചനയെങ്കിലും തെറ്റായ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ കുബുദ്ധികൾ കാത്തിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് നമ്മുടെ കലാലയ അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം, സാമുദായിക അന്തരീക്ഷം ഒന്നും നമ്മുടെ മേഖലയിൽ, കേരളത്തിൽ, രാജ്യത്ത് ഉണ്ടായിക്കൂടാ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച നടത്തിയിട്ടുള്ളതും സംവാദം നടത്തിയിട്ടുള്ളതും. മൂവാറ്റുപുഴ മേഖലയിലെ ഇമാമുമാരുടെ പ്രാതിനിധ്യമുള്ള ആളുകൾ, സമുദായത്തിൻ്റെ പ്രാതിനിധ്യമുള്ള ആളുകൾ എന്ന നിലയ്ക്കാണ് ഞങ്ങൾ 5 പേർ ഒരു പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടി മാനേജ്മെൻറ്റുമായി സംസാരിച്ചതും വളരെ സൗഹാർദ്ദപരമായി സന്തോഷത്തോടു കൂടി ആ ചർച്ച അവസാനിപ്പിച്ച് പിരിയുകയും ചെയ്തിട്ടുള്ളത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിൻ്റെ പേരിൽ, അത് സംഭവം എന്ന് തന്നെ പറയുന്നില്ല, വഴിതെറ്റിയ ഒരു സംഭവം എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേരിൽ അണുവിട ഒരു ചലനം പ്രതിഷേധത്തിൻ്റെ പേരിലോ മറ്റൊരു അടിസ്ഥാനത്തിലോ ഉണ്ടാവാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നു. സമുദായത്തെ അതിലേക്ക് ആരും വലിച്ചിഴയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയുമില്ലാത്ത വിധം ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു കൺക്ലൂഷൻ അവതരിപ്പിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. നന്ദി. എൻ്റെ പേര് PSA ലത്തീഫ്, മൂവാറ്റുപുഴയിലെ പൊതുപ്രവർത്തകനാണ്. ഇദ്ദേഹം നമ്മുടെ മൊഹീദ്ദീൻ ജുമാ മസ്ജിദിൻ്റെ ഇമാമാണ് നിസാർ മൗലവി. അദ്ദേഹം ആ മസ്ജിദിൻ്റെ കമ്മിറ്റി പ്രസിഡൻ്റാണ് ശ്രീ സയ്യിദ് മുഹമ്മദ് സാഹിബ്. നമ്മുടെ സെൻട്രൽ മസ്ജിദ്, മൂവാറ്റുപുഴ കേന്ദ്രമായി 2 മഹല്ലുകളാണ് പ്രധാനമായി പ്രവർത്തിക്കുന്നത്. സെൻട്രൽ മസ്ജിദിൻ്റെ ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി അവരുകൾ, അവിടുത്തെ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ സലാം സാഹിബ്, കൗൺസിലർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ്. പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, വൈസ് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, ഡീൻമാരെല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരുമായി മാനേജറുണ്ടായിരുന്നു. എല്ലാവരുമായി ഒരുമിച്ചിരുന്ന് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് സംസാരിച്ചിട്ടുള്ളത്. ഇനി ഈ കുട്ടികൾക്ക് ഇസ്ലാമിൻ്റെ രീതികൾ സംബന്ധിച്ച്, നമസ്കാരം പോലുള്ള അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച്, വിശ്വാസ പ്രമാണങ്ങളെ സംബന്ധിച്ച് വഴിതെറ്റാതിരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ, പുതിയ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അവരുമായിരിക്കാനും സമ്മതിക്കാനും ഈ 5 പേര് ഞങ്ങളുമായി ബന്ധപ്പെട്ട മറ്റാളുകൾ തയ്യാറായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു.